നമസ്കാരമുണ്ട്. എന്താ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു പോത്ത് കൂട്ടം പോലെ വണ്ടിയുടെ മുന്നിൽ ഒന്ന് നിൽക്കുന്നത്? വണ്ടിക്കകത്ത് പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും പറ്റിയ നിങ്ങൾ എന്ത് ചെയ്യും? എന്താവാനാ, പിള്ളേരെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും, അത്ര തന്നെ. പാർട്ടി ഓഫീസിലേക്ക് പോകാൻ പറ്റില്ല. ഓ, പാർട്ടി ഓഫീസിലേക്ക് ഞാൻ പോകാൻ പാടില്ല? അയ്യോ, നിങ്ങൾ വെറുതെ തമാശ കളിക്കില്ലേ? നിങ്ങൾ ചെന്നാൽ എനിക്ക് പിള്ളേരെ കൊണ്ട് സ്കൂളിൽ പോകാനുള്ളതാ. പോയെ നീ പോണമെങ്കിൽ ഞങ്ങളെ മറികടന്ന് വേണം പോകാൻ. എനിക്ക് മറികടക്കാനൊന്നും അറിയില്ല. വേണമെങ്കിൽ 2 തൊഴി എന്നിട്ട് പോവാം. ഒരു മിനിറ്റ് നിൽക്ക്, ഒറ്റ മിനിറ്റ്. ഇരിക്കട്ടോ മക്കളെ, നിങ്ങൾ ഇവിടെ നടക്കുന്നൊന്നും കാണണ്ട. നിങ്ങൾ വീഡിയോ ഗെയിം കളിച്ചോണ്ടിരിക്കുക. അങ്കിൾ ഇതേ ഒരു 5 മിനിറ്റിൽ പാർട്ടി ഓഫീസിലേക്ക് പോകേണ്ടതാ. ഷർട്ടിൽ അഴുക്ക് പറ്റിയ ശരിയാവില്ല. എല്ലാരും കേട്ടല്ലോ അല്ലേ? ഏയ് നിക്ക് നിക്ക് നിക്ക്, അഴുക്കാക്കരുതെന്ന് പറഞ്ഞില്ലടാ ഞാൻ. ഷർട്ട് നിനക്ക് എന്താ വേണ്ടത്? വാ, തേച്ചോ തേച്ചോ. അടിയുണ്ടാവുമ്പോൾ ഷർട്ട് എടുക്കാമെന്ന് എനിക്കറിയില്ല. എപ്പോഴും അലേർട്ടായിട്ടിരിക്കുന്നവനാടാ രാഷ്ട്രീയക്കാരൻ. എത്ര നേരമായി ഇവൻ എവിടെ പോയി കിടക്കുക? എപ്പോഴാടാ വന്നേ? ഏതിലടാ വന്നേ? ഭരത്തെ, നമ്മൾ വന്നതും ജീവിച്ചതും സമ്പാദിച്ചതൊന്നും അല്ലടാ കാര്യം. നമ്മൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം ഞാൻ എന്താ ചോദിച്ചത്, നീ എന്താ പറയുന്നത്? രാഷ്ട്രീയത്തിലൊന്നും എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയണോടാ. നമ്മുടെ നേതാവത്തെ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ യുവജന നേതൃത്വത്തിലേക്ക് ജില്ലാ പ്രസിഡന്റ് 5 പേരെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. യുവജന നേതാവ് എന്ന പദവി അത്ര നിസ്സാരമല്ല. പാർട്ടിയുടെ ഭാവി തീരുമാനിക്കേണ്ടത് അവനാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റുപോയെങ്കിലും അവന്റെ വാർഡിൽ കഴിഞ്ഞതിനേക്കാളും 5000 വോട്ട് കൂടുതൽ നേടിത്തന്നവനാണ്. ഞാനാണ് അവന് പേരിട്ടത് കൊടി. ഇനി അവനാണ് ഈ ജില്ലയുടെ യുവജന നേതാവ്. പാർട്ടി ഭാരവാഹികളും എല്ലാ അംഗങ്ങളും അവനോട് ചേർന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. വേണമെന്നൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ മാറിത്തരില്ല. എന്തിനെങ്ങനെ ആളെ കഴിക്കുന്നത്? കൊടി പറക്കുന്ന കണ്ടില്ലേ?